എന്നിട്ട് എണീക്കുക എന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മളെ ശങ്കരിപ്പണ്ണും കുഞ്ഞൂസൊക്കെ അവിടെ കിടക്കുന്നത് കേട്ടോ. ഒരുത്തനാണെങ്കിലോ വേഗം ഇങ്ങോട്ട് പാടി എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു ഇരുത്തുണ്ടായിരുന്നത്. ചെന്ന പാടന്നെ നേരെ നമ്മളെ ശങ്കരിപ്പണ്ണിൻ്റെ കാലും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. ഇപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ തന്നെ അവൾക്ക് അറിയാം അവളുടെ കാല് നന്നാക്കാൻ ഞാൻ വരുമെന്ന്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് തയ്യാറെടുത്തിട്ട് ആ പെണ്ണ് ഇരിക്കുന്നുണ്ടാവാം കേട്ടോ. ഇപ്പോൾ കാലിലുണ്ടായിരുന്ന ആ കുരും കാര്യങ്ങളൊക്കെ ഒരുപാട് സൈസ് കുറഞ്ഞിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സമാധാനം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കൂടി മരുന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടാവണം. കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ വായി എന്ന് കേട്ടാൽ തന്നെ സത്യം പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവളങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവളെ ഇച്ചിരി ഞാൻ കൊഞ്ചിക്കാറുണ്ട് കേട്ടോ. അത് തൊട്ടപ്പുറത്തേക്ക് ആൾക്ക് തീരെ സഹിക്കൂല. അതുകൊണ്ട് തന്നെ നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തിരുന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കുഞ്ഞൂസ് കേട്ടോ. ഇപ്പോൾ വേറെ ഒന്നും കാണാത്തതുകൊണ്ട് ഇല അനങ്ങനതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ആൾ കുറച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ പല ആളുകളും പറയുന്നുണ്ട് നമ്മളെ ശങ്കരിപ്പെണ്ണ് ഓവർ വെയിറ്റ് ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഓവർ വെയിറ്റ് ആണെന്ന് പറയേണ്ടി വരുള്ളൂ. കാരണം എല്ലാവർക്കും ഒരേപോലെയാണ് ഞാൻ ഭക്ഷണം കൊടുക്കാറുള്ളത്. ഇന്നിപ്പോൾ അവർക്ക് ഞാൻ ഗോതമ്പ് പുട്ട്, അതും ഒപ്പിടാതെ ഉണ്ടാക്കിയിട്ടുള്ള ഗോതമ്പ് പുട്ട് ചിക്കൻ്റെ വെള്ളത്തിൽ കുഴച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഐ മീൻ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ കുഴച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ. കൂട്ടത്തിൽ ഓരോ മുട്ട ഇട്ടു. പണ്ട് ഞാൻ കൂടുതൽ മുട്ടയൊക്കെ 4 മുട്ടയൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കമൻസ് ഞാൻ കണ്ടു, മുട്ട അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നഖം വല്ലാണ്ട് വളരുന്നു. അതുകൊണ്ട് ഞാൻ ആ കൊടുപ്പ് അങ്ങോട്ട് ഒഴിവാക്കി. എപ്പോഴെങ്കിലൊക്കെ 1-2 മുട്ടയൊക്കെ വെച്ചിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ട് പോലും അവൾക്ക് മരുന്ന് തേച്ച് കൊടുത്തതും പ്രത്യേകിച്ച് കൊഞ്ചിച്ച് തേച്ച് കൊടുത്തത് പറ്റാഞ്ഞിട്ടുള്ള കുശുമ്പാണ് നമ്മളെ കുഞ്ഞൂസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അവളെ തിരിച്ചങ്ങോട്ട് കൊഞ്ചിച്ച് കഴിഞ്ഞാൽ ആ വാശി അങ്ങോട്ട് മാറ്റിയിട്ട് അവളത് അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ. ഇവർക്ക് ഞാൻ മെയിൻ മീൽസ് കൂടുതലും കൊടുക്കാറുള്ളത് ഉച്ചയ്ക്കും രാത്രിയാണ് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നില്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടായിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മെയിൻ മീൽസിൻ്റെ അളവിച്ചിട്ട് ഞാൻ കുറയ്ക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ കൂടുതലും പച്ചക്കറി മുട്ടയിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പാല് വെള്ളം കൂടുതൽ ചേർത്തൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. നേരെ ഉളമതിൽ അക്ഷയ സെൻറ്ററൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തൊട്ടപ്പുറം ഇപ്പുറങ്ങളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാവും. ഇവിടെ ആയതുകൊണ്ട് തിരക്ക് കുറവുമായിരുന്നു, നല്ല സർവീസുമായിരുന്നു കേട്ടോ. എൻ്റെ എക്സാമിൻ്റെ ആവശ്യത്തിന് അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും കൂടുതൽ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മേൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നേരെ വില്ലേജ് ഓഫീസിലേക്കാണ്. വേറെ ഒന്നിനല്ല, എത്രയും പെട്ടെന്ന് നേരത്തെ കിട്ടുമെങ്കിൽ ഒന്ന് കൈയും കാലും പിടിക്കാനുള്ള പോക്കായിരുന്നു കേട്ടോ. അവർ നമുക്ക് തിങ്കളാഴ്ചയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ നേരെ വീട്ടിലൊക്കെ പോയതിന് ശേഷമാണ് പിള്ളേരെടുത്ത് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ഓവർ വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ പല കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചില രീതിയിൽ എനിക്കൊരു ആശങ്ക ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിഷയം ഡോക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡോക്ടർ ഒരിക്കലും ഫുഡ് കുറയ്ക്കുമെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കൊടുക്കുന്നതിന് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. 4 പേർക്കും ഒരേ രീതിയിലാണ് ഞാൻ ഭക്ഷണം കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസിനൊന്നും ഒരു കുറവുമില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 നേരം, അതല്ലാത്ത പക്ഷം വൈകുന്നേരം കുറച്ച് അധിക സമയം അവരെ പുറത്ത് കളിക്കാൻ വിടുന്ന ഒരാളാണ് കേട്ടോ. ആ ഒരു വകുപ്പ് തന്നെ നമ്മളെ ശങ്കരി അത്യാവശ്യം നല്ല രീതിയിൽ മേലനങ്ങുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. പക്ഷേ കാര്യങ്ങൾക്കൊക്കെ പുറത്ത് പോകേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടാണ് അവരുടെ മെയിൻ മീൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ മെയിൻ മീൽസ് കൊടുക്കുന്ന ടൈമിങ്ങിലും ഞാൻ മാറ്റം വരുത്താറുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി നേരെ ഇവരെ പുറത്ത് വിടുന്ന ചടങ്ങാണ് ബാക്കിയുള്ളത്.